1971-ലായിരുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വതന്ത്ര രാജ്യമായി വേർപിരിഞ്ഞത്. എന്നാൽ നീണ്ട 54 വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും വീണ്ടും കൈകോർക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു കരാറിൽ ഒപ്പുവെക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. എന്തായിരിക്കും ആ കരാർ? ഈ കരാർ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക? ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്നിടത്തോളം കാലം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന തന്റെ സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. ബംഗ്ലാദേശിൽ അതിനുശേഷം ഒരു ഇടക്കാല സർക്കാരാണ് നിലവിൽ വന്നതെന്ന് നമുക്കറിയാമല്ലോ. അതിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേറ്റിരിക്കുന്നതാകട്ടെ മുഹമ്മദ് യൂനുസും. അദ്ദേഹം ഇന്ത്യയുമായി സംഘർഷം നിലനിർത്തുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം വഷളായി. ഒരു വശത്ത് മുഹമ്മദ് യൂനുസ് ഇന്ത്യയെ എതിർക്കുന്നു, മറുവശത്ത് അദ്ദേഹം പാകിസ്ഥാനോട് അടുപ്പം കാണിക്കുന്നു. 1971-ൽ പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി. ഇന്ത്യൻ സൈനികരാണ് പാകിസ്ഥാൻ പട്ടാളക്കാർക്കെതിരെ പോരാടി ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. എന്നാൽ മുഹമ്മദ് യൂനിസ് ഇതെല്ലാം മറന്നുകൊണ്ട് പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ്. 54 വർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാനും ബംഗ്ലാദേശും സന്ദർശിച്ചു. ബംഗ്ലാദേശ് സൈന്യത്തിന് ഉടൻ തന്നെ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതാണ് ഇന്ത്യ ഒരു പ്രശ്നമായി കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രധാന വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 1971-ൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ബംഗ്ലാദേശും പാകിസ്ഥാനും നേരിട്ടുള്ള വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുന്നത് ഇതാദ്യമായാണ്. കരാർ പ്രകാരം പാകിസ്ഥാൻ ബംഗ്ലാദേശിന് 50,000 ടൺ അരി നൽകുമെന്നാണ് വിവരം. മാർച്ച് ആദ്യവാരത്തോടെ അരി 2 ഘട്ടങ്ങളായി ഓരോന്നിനും 25,000 ടൺ വീതമായി അയക്കും. ഈ മാസം ആദ്യം കരാർ അന്തിമ തീരുമാനമാകും. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് തമ്മിൽ കരാർ ഒപ്പുവെച്ചു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഖാസിം തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പലിൽ ബംഗ്ലാദേശിലേക്ക് ആദ്യ ബാച്ച് അരി ഉടൻ അയക്കുമെന്നാണ് വിവരം. പാകിസ്ഥാൻ നാഷണൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് അരി എത്താൻ പോകുന്നുവെന്ന് എക്സ്പ്രസ് ട്രിബ്യൂൺ പത്രം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സമുദ്ര വ്യാപാരത്തിലെ ഒരു പുതിയ നാഴികക്കല്ലാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുമായിരുന്നു. 2023-ൽ മാത്രം ബംഗ്ലാദേശിന് ഇന്ത്യയിൽ നിന്ന് 83.18 മില്യൺ US ഡോളറിന്റെ അരിയാണ് ലഭിച്ചത്. അതിന് പിന്നാലെ ഇന്ത്യയുമായി സംഘർഷത്തിലേർപ്പെടുമ്പോഴും 2024 ഡിസംബർ വരെ 2 ലക്ഷം ടൺ അരിയാണ് ഇന്ത്യ നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് 50,000 ടൺ അരി ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയും ബംഗ്ലാദേശിനും ഇടയിലുള്ള അരി വ്യാപാരം കുറയ്ക്കുമെന്നത് ശ്രദ്ധേയമാണ്.